മലയാളിയുടെ മറഞ്ഞുപോയ ഒരു കാലഘട്ടത്തിന്റെ പുരുഷ സങ്കല്പമായിരുന്നു പ്രേം നസീർ. 37 സംവത്സര കാലം മലയാള ചലച്ചിത്ര ലോകത്ത് നായകനായി വിലസിയ നടൻ. മലയാള സിനിമ കണ്ട എക്കാലത്തെയും വലിയ ബോക്സ് ഓഫീസ് തുറുപ്പുചീട്ട്. ലോക സിനിമയിൽ ഏറ്റവും കൂടുതൽ നായകവേഷം ചെയ്ത നടൻ. ഉദാത്തമായ ബാബാഭിനയം കൊണ്ട് ഉജ്ജ്വല മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ചിട്ട അഭിനേതാവായിരുന്നില്ല നസീർ. എന്നാൽ തിയേറ്ററുകൾ ഇളകി മറിയണമെങ്കിൽ പ്രേം നസീർ ചിത്രങ്ങൾ വേണമായിരുന്നു. തന്നെ നായകനാക്കുന്ന ചെറിയ നിർമ്മാതാവിനോടും വലിയ നിർമ്മാതാവിനോടും അദ്ദേഹം സമഭാവന പുലർത്തിയിരുന്നു. ഒരു ചിത്രം പരാജയപ്പെട്ടാൽ ആ ചിത്രത്തിന്റെ നിർമ്മാതാവിനെ കരകയറ്റാനുള്ള മാർഗം അദ്ദേഹം കണ്ടെത്തുമായിരുന്നു. 1977 പ്രേം നസീറിന്റെ 15ഓളം ചിത്രങ്ങളായിരുന്നു മെഗാ ഹിറ്റായി മാറിയത്. പ്രേം നസീറിന്റെ മുഖമില്ലാതെ ചിത്രങ്ങൾ വേണ്ട എന്ന് വിതരണക്കാർ വരെ പറഞ്ഞു. ഡേറ്റ് കിട്ടാൻ വേണ്ടി പുതിയ നിർമ്മാതാക്കൾ അതുവരെ പ്രേം നസീർ വാങ്ങിയ 25,000 രൂപ പ്രതിഫലത്തെ പെരുപ്പിച്ച് പറഞ്ഞു. എന്നിട്ടും ₹1 പോലും അധികം വാങ്ങാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ഇന്ന് ഒരു ചിത്രം കഷ്ടിച്ച് രക്ഷപ്പെടുമ്പോഴേക്കും ഇന്നലെ വന്നവർ കോടികളാണ് ഡിമാൻഡ് ചെയ്യുന്നത്. 1951 ചലച്ചിത്ര ലോകത്ത് ചുവടുവെച്ച് 40 വർഷക്കാലം കൊമേഴ്ഷ്യൽ സിനിമയുടെ ചക്രവർത്തിയായി വാണ പ്രേം നസീറിന്റെ താരത്തിളക്കത്തിനുള്ളിലെ മനുഷ്യത്വം ന്യൂജൻ സിനിമയിലെ ഒരു വെള്ളിയാഴ്ച താരങ്ങൾക്ക് നിലാവ് പോലത്തെ പാഠപുസ്തകമാണ്. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.